നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗികാരോപണ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് റിപ്പോർട്ടർ TVയോട് അടങ്ങാത്ത പകയുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് റിപ്പോർട്ടർ TVയുടെ മാധ്യമ സംഘത്തിന് നേരെ കോഴിക്കോട് വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം നടത്തിയത്. റിപ്പോർട്ടർ TV യുവനടിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു, ചർച്ചയാകുന്നു, മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. മാത്രമല്ല CPM-ഉം BJP-യും ഒക്കെ അതൊരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നു. ആ യുവനടിയുടെ വെളിപ്പെടുത്തലുകൾ വീണ്ടും പുറത്തു വരുന്നു, ചർച്ചയാകുന്നു, പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ TVയോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു അമർഷമൊക്കെ ഉണ്ട് എന്നത് പകൽ പോലെ സത്യമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഇതാ റിപ്പോർട്ടർ TVയിൽ പ്രവർത്തിച്ചിരുന്ന മുൻ മാധ്യമ പ്രവർത്തകയുടെ ഒരു ഗുരുതര വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. അത് ഇതിനോടകം തന്നെ റിപ്പോർട്ടർ TVക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ആയുധമായി ആ മാധ്യമ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് നോക്കാം. അഞ്ജന അനിൽകുമാർ എന്ന മാധ്യമ പ്രവർത്തകയാണ് ഫേസ്ബുക്കിലൂടെ താൻ റിപ്പോർട്ടർ TVയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ആക്രമണത്തെക്കുറിച്ച്, സഹപ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ആ പെൺകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടായി എന്നാണ് റിപ്പോർട്ടർ മുൻ മാധ്യമ പ്രവർത്തക വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത്? ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത്. പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അത് പലതുമാകാം. കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് അത് ആരും അറിയാറുമില്ല. പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ്. അതെല്ലാ രീതിയിലും ശരിയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ താൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം തനിക്കുണ്ടായി. അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുഖം തരാതെ അയാൾ ഓടിപ്പോയി. ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടതെന്നായിരുന്നു എൻ്റെ ചിന്ത. ആ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്കിലെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 2 പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു. പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു. പരാതി നൽകരുതെന്നായിരുന്നു അവരുടെ ഉപദേശം. തന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി, അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി. അവർ നൽകിയ ഉപദേശം ശരിയാണ്. പരാതി നൽകിയാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് പരാതി നൽകിയില്ല. പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം, എന്നിട്ടേ തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ജനെ എന്ന് വീണ്ടും പറഞ്ഞു. ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാമെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം അതിനുള്ള ചെറിയ ഒരു മറുപടി കൊടുത്തു. അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി. പിന്നീട് പല ഭാഗത്തു നിന്നും തനിക്ക് ഫോൺ കോളുകൾ വന്നു. താൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ. എന്തിനാണ് മറുപടി കൊടുത്തതെന്ന് അവർ ചോദിച്ചുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു. ഈ സംഭവം ഉണ്ടായ 1.5 മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിൻ്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിയാണ്, ഒരു പക്ഷേ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം. പക്ഷേ അതൊരു സംശയം മാത്രമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു. ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. കുറച്ച് ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം, അതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് അധികം ദിവസം നിന്ന് കൊടുത്തില്ല. ഉടൻ തന്നെ വീട്ടിൽ നിന്നും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു. രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഒന്നിനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം: പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞാണ് മുൻ മാധ്യമ പ്രവർത്തകർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ഇതിന് മറുപടിയുമായി റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ:
പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന രാജിവെച്ച് പുറത്തുപോയ ഒരു വനിതാ റിപ്പോർട്ടർ ഫേസ്ബുക്കിൽ ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണ്. എക്സിറ്റ് അഭിമുഖത്തിലോ ICCക്ക് മുന്നിലോ ഒരു പരാതിയും കിട്ടിയതായി കാണുന്നില്ല. രാജിക്കത്തിൽ പോലും മറ്റൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. എങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാമെന്നാണ് എന്റെയും എഡിറ്റോറിയൽ ടീമിന്റെയും നിലപാട്. ഡെസ്കും ഫ്ലോറും പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായതിനാൽ ദൃശ്യങ്ങൾ എടുക്കാനും തെളിവായി തുടർ നിയമ നടപടികൾക്ക് വിധേയമാക്കാനും കഴിയും. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമത്തെയും പിന്തുണയ്ക്കില്ല. പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ HR-നോ എക്സിക്യൂട്ടീവ് എഡിറ്റർക്കോ എന്റെ മെയിലിലോ പരാതി ഇനിയും നൽകാവുന്നതാണ്. എല്ലാ പിന്തുണയും ഉറപ്പു തരുന്നു. ഹൂ കെയേഴ്സ് എന്നതായിരിക്കില്ല നിലപാട്. സ്നേഹം, നന്ദി, അരുൺകുമാർ എന്നാണ് ഫേസ്ബുക്കിൽ അരുൺകുമാർ മറുപടിയായി കുറിച്ചത്. അതേസമയം ഈ സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷേ സ്വന്തം മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമം ഏതാണോ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ നേരിടേണ്ടി വന്നതും സമാനമായ അനുഭവം, അതിനൊരു നടപടി എടുക്കാനോ അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കാനോ കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടർ TVക്കെതിരെ ശക്തമാവുകയാണ്. അഞ്ജു പാർവതി പ്രവീഷ് പങ്കുവച്ച ഒരു വിമർശനക്കുറിപ്പിലേക്ക് കൂടി ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ചാനൽ ഡെസ്കിൽ ഇരുന്ന് വൈകിട്ടാവുമ്പോൾ മൊറാലിറ്റിയെക്കുറിച്ച് സ്റ്റഡി ക്ലാസ്, വഴിയെ പോണ എല്ലാവരെയും പിടിച്ച് സദാചാര ഗുണദോഷിക്കൽ. പക്ഷേ സ്വന്തം ചാനലിലെ ഡെസ്കിൽ ഏതോ ഒരു കോഴി കറങ്ങി നടന്ന് കേവലം 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വന്ന വനിതയോട് കാണിച്ച കോഴിത്തരത്തെക്കുറിച്ച് അറിഞ്ഞതേയില്ല. ഇക്കണ്ട മുക്കിലും മൂലയിലും ക്യാമറ തിരിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് കോഴിക്കഥ വിളമ്പിയിരുന്നവരാണ്. പക്ഷേ സ്വന്തം സ്ഥാപനത്തിനുള്ളിൽ ക്യാമറ ഒന്ന് തിരിക്കാൻ മറന്നുപോയി. മരമൂട്ടിൽ അടിമകളാകെ പെട്ടു എന്നാണ് അഞ്ജു പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പകയോടെയാണ് റിപ്പോർട്ടർ TVക്കെതിരെ സമീപിക്കുന്നത് എന്ന രീതി, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയിൽ റിപ്പോർട്ടർ TVയുടെ വാഹനം അടിച്ചു നശിപ്പിക്കാൻ ശ്രമമുണ്ടായ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. സംഭവത്തെ തുടർന്ന് അക്രമികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് റിപ്പോർട്ടർ TV അറിയിച്ചിരുന്നു. നിർഭയ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന് പരാതിയിൽ DGPയോട് ആവശ്യപ്പെടുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു. വടകരയിൽ ഷാഫിക്കെതിരെ DYFI നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് മേപ്പയ്യൂരിൽ ഷാഫിയുടെ പ്രതികരണം എടുക്കാനെത്തിയ മാധ്യമ സംഘത്തെ പിടിച്ചു തള്ളുകയും തെറി വിളിക്കുകയും ചെയ്തു. ഷാഫിയുടെ പരിപാടി കഴിയും വരെ മാധ്യമ സംഘത്തെ തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും പ്രവർത്തകർ സംഘടിച്ചെത്തി വാഹനം വളഞ്ഞിട്ട് ഭീഷണി മുഴക്കുകയായിരുന്നു. റിപ്പോർട്ടർ TV ബഹിഷ്കരിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിലെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചാരണം നടക്കുന്നുണ്ട്. എന്ത് ഭീഷണി ഉണ്ടായാലും മാധ്യമപ്രവർത്തനം ശക്തമായി തുടരുമെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അണികളെ നിയന്ത്രിക്കണമെന്നും ചാനൽ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.